ഹായ്, ഐ എം അശ്വിൻ. കഴിഞ്ഞ ദിവസം മണവാളിനെതിരായിട്ടുള്ള ഒരു ചാലഞ്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു 9 വർഷത്തോളം മാർഷൽ ആർട്സ് ഫീൽഡിലുണ്ട്. ഒരു മൊയ്തേ പ്രൊമോട്ടറും മൊയ്തേ പ്രൊഫഷണൽ ഫൈറ്ററും കൂടിയാണ്. ആസ് എ പ്രൊമോട്ടർ എന്ന രീതിയിൽ മണവാളൻ ചെയ്ത ഈ ഒരു പ്രദർശനത്തെ എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടന്ന സമയത്ത് ഒരുപാട് നല്ല ഫൈറ്റേഴ്സ് അന്ന് ആ ദിവസം അവിടെ ചാമ്പ്യന്മാരായിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലും അതേപോലെ നാഷണൽ ലെവൽസിൽ പങ്കെടുക്കാനും ഇന്റർനാഷണൽ പോകാനും ക്വാളിറ്റിയിൽ ഒരുപാട് ഫൈറ്റേഴ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരാൾ പോലും ആ ഫൈറ്റേഴ്സിനെ ആരും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു രീതിയിലും നമുക്ക് പരിഗണിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻ നമ്മൾ സ്വയം പറഞ്ഞ് നടക്കുന്ന മണവാളിനെയാണ് നമ്മളെല്ലാവരും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് മറ്റു ഫൈറ്റേഴ്സിനെ ആരും നമ്മൾ തിരിച്ചറിയുന്നില്ല? അവരെ കഴിവിന് അവർ കാണിച്ച ഡെഡിക്കേഷൻ, അവരെ സാക്രിഫിക്കേഷൻ, ഒരുപാട് കഷ്ടപ്പാട് നേരിട്ടിട്ടാണ് ഓരോ ഫൈറ്റേഴ്സും ചാമ്പ്യൻ ആവുന്നത്. പിന്നെ അതേപോലെ മണവാളം പറഞ്ഞൊരു കാര്യം, വെക്കട ഇതിന് മുകളിൽ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു. അത് നമ്മൾ കഷ്ടപ്പെടുന്ന ഓരോ ഫൈറ്റേഴ്സിനുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻ ആവുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അയാൾ അത്ര ലാഘവത്തോടെ അതിനെ കണ്ടു, അത് വിജയിച്ചു. എന്നിട്ട് മറ്റുള്ള ഫൈറ്റേഴ്സിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാരം വന്നതുകൊണ്ട് മാത്രമാണ് എല്ലാ കോച്ചസിനും എല്ലാ ഫൈറ്റേഴ്സിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അവരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് മണവാളിനെ ചലഞ്ച് ചെയ്തത്. കാരണം ഇന്ന് മാർഷൽ ആർട്സ് സ്പോർട്സിൽ മാത്രമല്ല, വേറെ ഏത് രീതിയിലുള്ള സ്പോർട്സിലും ഇങ്ങനെയുള്ള ആളുകളെ ദൈവം നമ്മൾ ആരും പ്രൊമോട്ട് ചെയ്യരുത്. ഒരുപാട് കഴിവുള്ള, കഷ്ടപ്പെട്ട് കയറി വരുന്ന ഒരുപാട് നല്ല ക്വാളിറ്റി ഫൈറ്റേഴ്സും ഒരുപാട് കാലങ്ങളായിട്ട് നിൽക്കുന്ന കോച്ചസും നമ്മുടെ ഇടയിലുണ്ട്. അവരെ തിരിച്ചറിഞ്ഞ് അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ മണവാളെ വിളിച്ചിരുന്നു. ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് വിളിച്ചതാണ്. വിളിച്ച സമയത്ത് പുള്ളിക്കാരൻ അവരെ കോച്ചായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഒരു അനന്തു എന്ന് പറയുന്ന തൃശ്ശൂരിലൊരു സാറാണ് അവരെ കോച്ച്. ആ സാറെ വിളിച്ച് സംസാരിച്ചു. സാറ് നമ്മുടെ ആ ക്ലബിലുള്ള ജോയ് സാറെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. സാറെ വിളിച്ചു. നമുക്ക് ഇപ്പോഴും ഈ നിമിഷം വരെ പ്രോപ്പറായിട്ടുള്ള ഒരു മറുപടി യെസ് ആയാലും നോ ആയാലും വന്നിട്ടില്ല. ഇപ്പോഴും ഞാനത് ഉറച്ചു പറയണം, മണവാളിനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എനിക്ക് അതിനുള്ള ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ആൻഡ് മണവാളം പറയുന്ന കുറച്ച് കാര്യങ്ങൾ അയാൾക്ക് റീച്ചും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്ന ഈ ഫീൽഡിനെ ഒന്നുമല്ലാത്ത രീതിയിൽ ദയവ് ഇത് കാണിക്കാതിരിക്കുക. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് മാത്രമാണ് ഞാനിത് പ്രതികരിച്ചത്. ആസ് എ പ്രൊമോട്ടർ എന്ന രീതിയിൽ മാർഷൽ ആർട്സിനെ സേഫ് ചെയ്യുക, അത് നല്ല പ്യൂറായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് ഓരോ മാർഷൽ ആർട്സ് സ്നേഹികളും ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ സാധാരണക്കാരെ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർഷൽ ആർട്സ് ഇത്രയേ ഉള്ളൂ, ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻ ആവാൻ ഇത്രയേ ഉള്ളൂ, ഇത് കഷ്ടപ്പാടെന്ന് ചിന്തിക്കും. അതങ്ങനെയല്ല. ഇതിന് വേറൊരു ഭാഗമുണ്ട്. നല്ല ക്വാളിറ്റി പ്ലേയേഴ്സ്, നല്ല ഫൈറ്റേഴ്സ് സ്റ്റേറ്റ് ചാമ്പ്യൻ ആവാന്നുള്ളത് അത് നമ്മൾ റിയൽ ഫൈറ്റ് തന്നെ കാണണം. അപ്പൊ അങ്ങനെ കഷ്ടപ്പെടുന്ന ഫൈറ്റേഴ്സിനെ ഒന്നുമല്ലാത്ത രീതിയിൽ പറഞ്ഞ മണവാളിനെതിരായിട്ട് എന്തായാലും തീർച്ചയായിട്ടും ഇനിയും ഞാനത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. മണവാളെ ഒന്നെങ്കിൽ യെസ് പറയാം, അല്ലെങ്കിൽ നോ പറയാം. അത് ഏതെങ്കിലും ഒരു കാര്യം നിർബന്ധമായിട്ട് അതിന് റിപ്ലൈ കിട്ടണം. കഴിഞ്ഞ ദിവസം മണവാള എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നോട് ആവശ്യപ്പെടുന്നത്, അയാൾക്ക് ഞാൻ ഓഫർ ചെയ്ത് എന്നെ റിങ്ങിൽ വീഴ്ത്തി കഴിഞ്ഞാൽ അയാൾക്ക് ഞാൻ ഓഫർ ചെയ്ത 1 lakh കുറച്ച് ഫൈറ്റേഴ്സ് ഉണ്ട്, അവർക്ക് നാഷണൽസിൽ പോകാൻ കൊടുക്കാൻ പറ്റുമോ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. ഇപ്പോഴും കറന്റ് ഞാൻ ചോദിച്ച ചലഞ്ചിങ്ങിന്റെ കാര്യങ്ങൾ അയാൾ ഇപ്പോഴും അതിനൊരു പ്രോപ്പർ മറുപടി തരുന്നില്ല. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ റിങ്ങിൽ തോൽപ്പിക്കൂ, അതിനുശേഷം ആ എമൗണ്ട് നിങ്ങൾ കൊടുക്കും. ആസ് എ പ്രൊമോട്ടർ എന്ന രീതിയിൽ ഞങ്ങൾ ഒരുപാട് ഫൈറ്റേഴ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം മണവാളം എന്ന് പറഞ്ഞ ഒരാൾ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ആദ്യം മണവാളം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ചലഞ്ചിനുള്ള ഒരു പ്രോപ്പർ മറുപടി എന്തായാലും മാഷ് അവരെ കോച്ചസിന്റെ അടുത്തുനിന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് പറയാന്നുള്ളതാണ്. അത് ഇതുവരെയ്ക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് മണവാള അന്ന് ഫൈറ്റ് കഴിഞ്ഞ സമയത്ത് സംസാരിച്ച, വെല്ലുവിളിച്ച ആളെയല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അയാളെ പേജിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ പറയുന്നത്. തികച്ചും രണ്ട് രീതിയിൽ തന്നെയാണ് അയാൾ സംസാരിക്കുന്നത്. അത് വേറെ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് റീച്ചിങ്ങിന് വേണ്ടി അയാൾ യൂസ് ചെയ്യുന്നു. അത് നമ്മൾ ഓരോ ആളുകളും അത് കറക്റ്റ് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. മണവാളൻ ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യം, മണവാളൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ചെയ്തു കഴിഞ്ഞാൽ മണവാളൻ പറയുന്ന സ്ഥലത്ത്, പറയുന്ന ഡേറ്റിൽ, പറയുന്ന സമയത്ത് ഞങ്ങൾ എത്തും. ഞാൻ ഫൈറ്റ് ചെയ്യും. ഒരു മണവാളിനെതിരായിട്ട് ചലഞ്ച് ചെയ്യാൻ തോന്നിയതിന്റെ ഏറ്റവും വലിയ കാരണം ഈ താഴെ കാണുന്ന വീട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അയാൾ പറയുന്നുണ്ട്, വെക്കട ഇതിന് മുകളിൽ ഒന്ന് പറഞ്ഞിട്ട്. അപ്പം ബാക്കിയുള്ള ഫൈറ്റേഴ്സ്, അതേപോലെ ഒരുപാട് കാലങ്ങൾ കഷ്ടപ്പെടുന്ന ഫൈറ്റേഴ്സിന് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തത്. മണവാളിനോട് ഓപ്പണന്റ് ആയി നിന്ന ആ ഫൈറ്റർ പറഞ്ഞൊരു കാര്യം, അയാൾ 3 മാസമായിട്ടുള്ള ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ, അയാൾക്ക് തികച്ചും അറിയാത്ത രീതിയിലുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തീർത്തും പറയുന്നത്, ഇറ്റ്സ് എ ഫേക്ക് ഫൈറ്റ്. മണവാളം ഫേക്ക് ആണ്. അയാളെ പ്രൊഫഷണൽ രീതിയിൽ ചെയ്തു പോവുക. ദയവ് ചെയ്തിട്ട് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുള്ള ഒരു ഫീൽഡിനെ ദയവ് നശിപ്പിക്കാതിരിക്കുക.
പുറമുള്ള രാജ്യക്കാരും പല ആളുകളും നമ്മളെ കാണുന്ന രീതി വരെ മാറും. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ചുള്ള വീഡിയോസ് ആയിരിക്കും പുറമുള്ള രാജ്യത്തുള്ള ആളുകളൊക്കെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കോമാളിത്തരം കാണുന്ന സമയത്ത് അവര് നോർമലൈസിൽ അവർ ചിന്തിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ, നമ്മൾ കേരള ഫൈറ്റേഴ്സ്, നമ്മൾ ഇന്ത്യൻ ഫൈറ്റേഴ്സ് ഇത്രേ ഉള്ളൂ ചിന്തിക്കും. ഓരോ സമയത്തും ഓരോ രാജ്യം ഓരോ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർഷൽ ആർട്സ് ഫീൽഡ്. നമ്മൾ ഇപ്പോഴും അവരെ കൂടെ എത്തിപ്പിടിക്കാൻ നമ്മൾ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഓരോ കോമാളിത്തരങ്ങൾ ദയവ് ചെയ്ത് ആരെങ്കിലും പ്രൊമോട്ട് ചെയ്തിരിക്കുക. കാരണം അത് ഒരുപാട് പേരെ ജീവിതമാണ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത്. അതിനെ ബഹുമാനിക്കുക, അതിനെ പ്യൂറായിട്ട് കൊണ്ടെടുക്കുന്ന ആളുകളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത്ര മാത്രമേ എനിക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ മണവാളം പറയുന്ന വേറൊരു സ്റ്റേറ്റ്മെന്റ്, എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ് മണവാളം എതിരായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയാം, എന്ന് മണവാളം എന്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു, ഓൺ ദി സ്പോട്ടിൽ മണവാളിന് എതിരായിട്ടുള്ള എല്ലാ റീച്ച് ചെയ്ത വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്യും. അത് 100% ഉറപ്പാണ്. മണവാളം എന്നാണ് എന്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്ന സ്പോട്ടിൽ മണവാളിനുള്ള എതിരായിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ റിമൂവ് ചെയ്യും.